നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വ്യോമസേന വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. 5 സൈനികർക്ക് പരിക്കേറ്റു. ഒരു സൈനികന്റെ നില ഗുരുതരമാണ്. സുരാൻകോട്ടെ മേഖലയിലെ സനായ് ഗ്രാമത്തിൽ വെച്ചായിരുന്നു വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തത്. BJPയിലേക്ക് പോകുന്നതിനായി ചർച്ചകൾ നടത്തിയെന്ന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാണിച്ച് LDF കൺവീനർ EP ജയരാജൻ നൽകിയ പരാതിയിൽ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അന്വേഷണ ചുമതല. K സുധാകരൻ, ശോഭ സുരേന്ദ്രൻ, G നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് EP പരാതി നൽകിയത്. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ബസ് ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത്. BJP സ്ഥാനാർത്ഥിക്ക് നേരെ പഞ്ചാബിലെ പാട്യാലയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു കർഷകൻ മരിച്ചു. BJP സ്ഥാനാർത്ഥി പ്രണീത് കൗറിന് നേരെ ഉണ്ടായ പ്രതിഷേധത്തിനിടെയാണ് സംഭവം. പ്രതിഷേധത്തിനിടെ കർഷകനായ സുരീന്ദ്ര സിംഗ് ആണ് മരിച്ചത്. സ്ഥാനാർത്ഥിയുടെ കാർ തടയുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പൂന്തുറയിൽ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പൂന്തുറ പോലീസ് അറസ്റ്റ് ചെയ്തു. മുട്ടത്തറ സ്വദേശിയായ 18-കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ പ്രതി വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സമീപവാസികളായിരുന്നു വിവരം പൂന്തുറ പോലീസിൽ അറിയിച്ചത്. ഇതേ തുടർന്ന് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയെ വീട്ടിൽ കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗ്രേഡ് SI പോലീസ് ക്വാർട്ടേഴ്സിൽ വിഷം കഴിച്ചു മരിച്ചു. കാസർഗോഡ് ബേഡകം സ്റ്റേഷനിലെ ഗ്രേഡ് SI വിജയനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിഷം കഴിച്ച നിലയിൽ ഇദ്ദേഹത്തെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചങ്ങനാശ്ശേരിയിൽ വീട് പൊളിക്കുന്നതിനിടെ കോൺക്രീറ്റ് ബീം വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. ചങ്ങനാശ്ശേരി കാക്കാംതോട് പുതുപ്പറയിൽ PC ജെയിംസിന്റെ വീട് പൊളിക്കുന്നതിനിടെയാണ് വൈകിട്ട് 5 മണിയോടെ അപകടം നടന്നത്. ബീഹാർ സ്വദേശി ജിതേന്ദർ ആണ് മരിച്ചത്. പൊളിച്ചു നീക്കുന്നതിനിടെ കോൺക്രീറ്റ് ബീം തൊഴിലാളികളുടെ മുന്നിലേക്ക് പതിക്കുകയായിരുന്നു. ജിതേന്ദർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കൂടെ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ രമേശ് റാവു, ശിഷിൻ നാഥ് എന്നിവർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട്ടിൽ 2 ദിവസം മുൻപ് കാണാതായ കോൺഗ്രസ് നേതാവിന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. തിരുനെൽവേലി ഈസ്റ്റ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ KPK ജയകുമാറിനെയാണ് സ്വന്തം തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ചയായിരുന്നു ജയകുമാറിനെ കാണാതായത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മെയ് 5, 6, 7, 8 തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.